പൊങ്കാല കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചില നിർണായക വെളിപ്പെടുത്തലുകൾ കൂടി പുറത്തു വരികയാണ്. അതെ, തിരുവനന്തപുരം നഗരസഭയിൽ ഇപ്പോൾ നടക്കുന്നത് വെറുമൊരു രാഷ്ട്രീയ പോരല്ല, ഇതൊരു അന്തിമ യുദ്ധമാണ്. 45 വർഷക്കാലം തലസ്ഥാന നഗരിയെ അടക്കി ഭരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരം കൈവിട്ടു പോയപ്പോൾ എത്രത്തോളം തരം താഴ്ന്ന കളികൾക്ക് മുതിരുമെന്നതിന്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആറ്റുകാൽ പൊങ്കാല എന്ന ലോക പ്രശസ്തമായ ഭക്തി നിർഭരമായ ചടങ്ങിനെ പോലും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അട്ടിമറിക്കാൻ ശ്രമം നടന്നു. ഈഞ്ചലക്കലിൽ മാലിന്യം തള്ളി എന്ന പുതിയ ആരോപണത്തിന് പിന്നിൽ ആരുടെ തിരക്കഥയാണ്? പൊങ്കാലയ്ക്ക് തൊട്ടു മുമ്പ് നഗരത്തിലെ കുടിവെള്ളം ബോധപൂർവം മുടക്കിയത് ഭക്തരിൽ ഭീതി ഉണ്ടാക്കാനായിരുന്നു. 20 വർഷമായി തുടരുന്ന ഒരു രീതിയെ പെട്ടെന്ന് വിവാദമാക്കുന്നതിന് പിന്നിലെ മാഫിയ ബന്ധങ്ങൾ എന്തൊക്കെയാണ്? തിരുവനന്തപുരത്തെ പാർക്കിംഗ് മാഫിയ മുതൽ കയ്യേറ്റ മാഫിയ വരെ BJP ഭരണത്തിന് കീഴിൽ വിറയ്ക്കുന്നത് എന്തുകൊണ്ട്? സഖാക്കൾ എന്തിനാണ് ഇത്രയധികം അസ്വസ്ഥരാകുന്നത്? ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചും തൊഴിലാളികളെയൊക്കെ പിന്തിരിപ്പിച്ചും നഗരസഭയെ പരാജയപ്പെടുത്താൻ നോക്കിയ CPM-ന്റെ ശുചീകരണ നാടകം പൊളിഞ്ഞത് എങ്ങനെയാണ്? ഇന്ന് ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും, ഇത് വെറുമൊരു മാലിന്യ പ്രശ്നമല്ല, മറിച്ച് അനന്തപുരിയുടെ വികസനത്തെ തടയാൻ നിൽക്കുന്ന മാഫിയ ശക്തികൾക്കെതിരെയുള്ള BJP-യുടെ പോരാട്ടമാണ്. വീഡിയോ മുഴുവനായും കാണുക, സത്യങ്ങൾ തിരിച്ചറിയുക. തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ CPM ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാന ആയുധമാണ് ഈഞ്ചലക്കലിലെ മാലിന്യ നിക്ഷേപം. എന്നാൽ ഈ ആരോപണത്തിന്റെ മുനയൊടിക്കുന്ന ചില വസ്തുതകളുണ്ട്. എന്തൊക്കെയാണത്? കഴിഞ്ഞ 20 വർഷമായി ആറ്റുകാൽ പൊങ്കാലയുടെ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഈഞ്ചലക്കലിലും ചെറുവയ്ക്കലിലുമുള്ള സർക്കാർ ഭൂമികളിലാണ്. ഇത് ഇന്നലെയോ ഇന്നോ തുടങ്ങിയ രീതിയല്ല. വർഷങ്ങളായി CPM ഭരിച്ചിരുന്നപ്പോഴും ഇതേ സ്ഥലങ്ങളിൽ തന്നെയാണ് മാലിന്യം എത്തിച്ചിരുന്നത്. ഇത്തവണ പൊങ്കാലയ്ക്ക് മുമ്പ് നടന്ന ഉന്നതതല യോഗത്തിൽ ജില്ലാ കളക്ടറും മന്ത്രി V ശിവൻകുട്ടിയും നേരിട്ട് പങ്കെടുത്തതുമാണ്. ആ യോഗത്തിലാണ് പൊങ്കാല അവശിഷ്ടങ്ങൾ എവിടെ നിക്ഷേപിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തത്. കഴിഞ്ഞ വർഷം ഇതേ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇത്തവണയും കാര്യങ്ങൾ നിർവഹിച്ചത്. അന്നില്ലാത്ത എന്ത് നിയമവിരുദ്ധതയാണ് ഇന്ന് സഖാക്കൾക്ക് അവിടെ തോന്നുന്നത്? ഭരണം കയ്യിലിരുന്നപ്പോൾ ഇതേ സ്ഥലത്ത് മാലിന്യം തള്ളിയത് വികസനവും ഭരണം നഷ്ടപ്പെട്ടപ്പോൾ അത് ആരോപണവുമായി മാറുന്ന ഇരട്ടത്താപ്പാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇതിന് പിന്നിൽ ഭരണം നഷ്ടപ്പെട്ടതിന്റെയും സ്വന്തം കേഡറുകൾക്ക് ലഭിച്ചിരുന്ന വഴിവിട്ട ലാഭങ്ങൾ ഇല്ലാതായതിന്റെയും നിരാശ മാത്രമാണുള്ളത്. നമുക്കെല്ലാം അറിയാം, ശബരിമല തീർത്ഥാടനത്തെ തകർക്കാൻ പല വിധത്തിലുള്ള ആസൂത്രിത ശ്രമങ്ങൾ മുമ്പ് നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു 2ാം പതിപ്പാണ് ആറ്റുകാൽ പൊങ്കാലയുടെ കാര്യത്തിലും നമ്മൾ കണ്ടത്. ഭക്തജനങ്ങളെ ഭയപ്പെടുത്തി പൊങ്കാലയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ കൃത്യമായ പ്ലാനിംഗ് നടന്നിരുന്നു. പൊങ്കാലയ്ക്ക് തൊട്ടു മുമ്പ് തിരുവനന്തപുരം നഗരത്തിൽ വ്യാപകമായി കുടിവെള്ളം മുടങ്ങി. സാങ്കേതിക കാരണങ്ങൾ എന്ന് അധികൃതർ പറയുമ്പോഴും ലക്ഷക്കണക്കിന് സ്ത്രീകൾ എത്തുന്ന ഒരു ചടങ്ങിന് തൊട്ടു മുമ്പ് ഇത്തരമൊരു പ്രതിസന്ധി ബോധപൂർവം സൃഷ്ടിച്ചതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നഗരത്തിൽ വെള്ളമില്ല എന്ന വാർത്ത പരത്തി ഭക്തരിൽ ഭീതി ഉണ്ടാക്കി പൊങ്കാലയുടെ മാറ്റ് കുറയ്ക്കാനായിരുന്നു നീക്കം. നഗരസഭയിലെ ചില ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഭരണപരമായ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ CPM ശ്രമിച്ചു. ശുചീകരണ തൊഴിലാളികളെ പിന്തിരിപ്പിക്കാനും അതുവഴി നഗരത്തെ മാലിന്യ കൂമ്പാരമാക്കാനും അവർ ശ്രമിച്ചു. പൊങ്കാല കഴിഞ്ഞ് നഗരം വൃത്തിയാക്കാതെ കിടന്നാൽ അത് BJP ഭരണത്തിന്റെ പരാജയമായി ചിത്രീകരിക്കാമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ BJP ഭരണസമിതി ഇതിനെല്ലാം മുകളിൽ കൃത്യമായ പ്ലാനിങ്ങിലൂടെ നഗരം റെക്കോർഡ് വേഗത്തിൽ വൃത്തിയാക്കി കാണിച്ചു. പൊങ്കാല കഴിഞ്ഞ് നഗരസഭ പരാജയപ്പെട്ടുവെന്ന് വരുത്തി തീർക്കാൻ CPM ഒരു ശുചീകരണ യജ്ഞം പ്രഖ്യാപിച്ചു. ആദ്യം ശനിയാഴ്ചയാണ് ഇത് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പെട്ടെന്ന് ഇത് ഞായറാഴ്ചത്തേക്ക് മാറ്റി. എന്തായിരുന്നു ഇതിന് പിന്നിലെ ബുദ്ധി? ഞായറാഴ്ച ശുചീകരണ തൊഴിലാളികൾക്ക് അവധിയാണ്. നഗരസഭാ ജീവനക്കാർ ഇല്ലാത്ത ദിവസം നോക്കി തങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ ഇറക്കി ഫോട്ടോ എടുപ്പിക്കാനും, നോക്കൂ BJP ഭരിക്കുന്ന നഗരസഭ ഒന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാനുമായിരുന്നു ശ്രമം. എന്നാൽ സഖാക്കൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല. കോർപ്പറേഷന്റെ മെഷീനറികൾ കൃത്യമായി പ്രവർത്തിച്ചതോടെ അവരുടെ നാടകം ജനങ്ങൾക്കിടയിൽ വെറും പരിഹാസമായി മാറി. ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും സാധിച്ചു. CPM സ്വാധീനത്തിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നഗരസഭ കർശനമായ നടപടി എടുത്തു തുടങ്ങിയത് ഇപ്പോൾ പലർക്കും ഒരു പാഠമായി മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ കഴിഞ്ഞ 45 വർഷമായി വിരാജിക്കുന്ന പല മാഫിയകളുടെയും അന്ത്യം കുറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ഭരണസമിതി മുന്നോട്ട് വരുന്നത്. സഖാക്കൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാകുന്നതും ഇത് തന്നെയാണ്. പാർക്കിംഗ് മാഫിയ, അതായത് CPM അനുഭാവികളും നേതാക്കളും ചേർന്ന ഒരു വലിയ മാഫിയ തിരുവനന്തപുരത്തെ പാർക്കിംഗ് ഏരിയകൾ നിയന്ത്രിക്കുകയും കോടിക്കണക്കിന് രൂപ അനധികൃതമായി സമ്പാദിക്കുകയും ചെയ്തിരുന്നു. നഗരസഭയുടെ നിയന്ത്രണത്തിൽ സുതാര്യമായി പാർക്കിംഗ് സംവിധാനം വന്നതോടെ ഈ കൊള്ള അവസാനിച്ചു. ഫുട്പാത്തുകളും പൊതുമരാമത്ത് റോഡുകളും കയ്യേറി കച്ചവടം നടത്തിയിരുന്ന പലർക്കും രാഷ്ട്രീയ സംരക്ഷണം ലഭിച്ചിരുന്നു. ഇത് ഒഴിപ്പിക്കാൻ തുടങ്ങിയതോടെ രാഷ്ട്രീയ യജമാനന്മാർക്ക് അടി പതറിയെന്നും പറയാം.
കരമനയാർ, കിളിയാർ തീരങ്ങളിൽ നടന്ന വൻതോതിലുള്ള കയ്യേറ്റങ്ങൾ തിരിച്ചു പിടിക്കാൻ നഗരസഭ നടപടിയും തുടങ്ങി. ഈ മാഫിയകളുടെ എല്ലാം വേരുകൾ CPM-ലേക്കാണ് നീളുന്നത്. അതുകൊണ്ടാണ് നഗരസഭയുടെ ഓരോ നീക്കത്തെയും അവർ ഇത്രയധികം എതിർക്കുന്നത്. പക്ഷെ BJP കൗൺസിൽ വ്യക്തമാക്കി കഴിഞ്ഞു, ആര് എത്ര അസ്വസ്ഥരായാലും ഈ മാഫിയ വേട്ട തുടരുക തന്നെ ചെയ്യുമെന്ന്. CPM നേതാവ് A റഹീം നഗരസഭയ്ക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. പൊങ്കാല നടത്താൻ നഗരസഭ തയ്യാറെടുപ്പ് നടത്തിയില്ല എന്നാണ് ഇദ്ദേഹത്തിന്റെ ആക്ഷേപം. ഇതിന് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ, പൊങ്കാല പൊളിക്കാൻ നിങ്ങൾ ഇട്ട പ്ലാനിന് മുകളിലായിരുന്നു ഞങ്ങളുടെ പ്ലാൻ എന്ന്. ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് നിങ്ങൾ നടത്തിയ അട്ടിമറി ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. 45 വർഷം തിരുവനന്തപുരം ഭരിച്ച നിങ്ങൾ എന്തുകൊണ്ട് ഒരു ശാസ്ത്രീയ മാലിന്യ സംസ്കരണ സംവിധാനം ഇവിടെ നടപ്പിലാക്കിയില്ല? ഇപ്പോൾ BJP-യോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? സ്വന്തം പരാജയങ്ങൾ മറച്ചു വെക്കാൻ മറ്റുള്ളവരുടെ മേൽ കുതിര കയറുന്ന രീതി ഇനി തിരുവനന്തപുരത്ത് നടക്കില്ല. തിരുവനന്തപുരം നഗരസഭ നേരിടുന്ന വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല. ദശാബ്ദങ്ങളായിട്ടുള്ള കെടുകാര്യസ്ഥതയും രാഷ്ട്രീയ അതിപ്രസരവും വൃത്തിയാക്കി എടുക്കുക എന്നത് ഒരു ഹിമാലയൻ ദൗത്യമാണ്. എങ്കിലും ഓരോ തടസ്സത്തെയും അതിജീവിച്ച് മുന്നേറാനാണ് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. പൊങ്കാലയ്ക്ക് ശേഷം ഈഞ്ചക്കലിൽ മാലിന്യം തള്ളി എന്ന വിവാദം ഉണ്ടാക്കി നഗരസഭയെ മുട്ടുകുത്തിക്കാമെന്ന് ആരും കരുതേണ്ട. ഇത് വർഷങ്ങളായി നിങ്ങൾ തന്നെ ചെയ്തു വന്നിരുന്ന പ്രക്രിയയാണെന്ന സത്യം ജനങ്ങൾക്ക് മുന്നിലുണ്ട്. രാഷ്ട്രീയമായ പ്രതിസന്ധികൾ ആര് സൃഷ്ടിച്ചാലും അതിനെയെല്ലാം ജനകീയമായി എതിർത്ത് തോൽപ്പിക്കും. തിരുവനന്തപുരം നഗരം ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് BJP കൗൺസിൽ അടുക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഒരു ഭക്തി നിർഭരമായ ചടങ്ങിനെ പോലും രാഷ്ട്രീയമായി ഉപയോഗിക്കാനായി ചിലർ ശ്രമിക്കുന്നത് എന്നാണ്. തിരുവനന്തപുരത്തെ ജനങ്ങൾ വിവേകമുള്ളവരാണ്. അവർക്ക് കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യും. മാലിന്യ പ്രശ്നം ഉന്നയിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നവർ നഗരത്തിലെ മാഫിയ ഭരണത്തെ തിരികെ കൊണ്ടുവരാനാണ് ആവോളം ശ്രമിക്കുന്നത്. അത് അനുവദിച്ചു കൊടുക്കണോ എന്ന് തീർച്ചയായും തിരുവനന്തപുരം നിവാസികൾ തന്നെ ചിന്തിക്കണം. ഈ പോരാട്ടം BJP-യുടേത് മാത്രമല്ല, ഓരോ തിരുവനന്തപുരം നിവാസിയുടേതുമാണ്. മാഫിയ വിമുക്തമായ, ശുചിത്വമുള്ള, വികസിതമായ ഒരു തലസ്ഥാന നഗരിയാണ് എല്ലാവരുടെയും ലക്ഷ്യം. അനന്തപുരിയിലെ ഈ രാഷ്ട്രീയ നാടകങ്ങളെ കുറിച്ചുള്ള അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ആറ്റുകാൽ പൊങ്കാലയെ അട്ടിമറിക്കാൻ നടന്ന നീക്കങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വിവരങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനായി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.